നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിലൂടെ മുഹമ്മദ് നബിയുടെ സന്ദേശമാണ് നടപ്പായതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വധശിക്ഷയ്ക്ക് മാപ്പ് നൽകാൻ ഇസ്ലാം പറയുന്നുണ്ടെന്ന് കുടുംബങ്ങളെ ബോധ്യപ്പെടുത്തി. യമനിലെ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച സുന്നി പണ്ഡിതൻ കേരളത്തിലെത്തുമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിന് തുടക്കമാകുമ്പോഴാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മനസ്സ് തുറന്നത്. നബിയുടെ സന്ദേശമാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നടപ്പിലായതെന്ന് കാന്തപുരം തുറന്നു പറഞ്ഞു. അതെ, അത് ഞാൻ പറഞ്ഞ ആ സന്ദേശത്തിൻ്റെ ഭാഗമാണല്ലോ. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. ഒരു കൊലക്കുറ്റം ചെയ്ത ആൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട്. കൊന്നവരോട് ഇരയുടെ കുടുംബത്തിന് മാപ്പ് നൽകാമെന്ന് ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ട്. മതം നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. തെറ്റു ചെയ്തവരോട് പൊറുക്കാനും പറഞ്ഞു. ഇത് യമനിലെ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഫലം കണ്ടതെന്ന് കാന്തപുരം സൂചന നൽകുന്നു. ഇത് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കോർട്ടിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കുടുംബങ്ങൾക്ക് വല്ല സംഭാവനയും നൽകിക്കൊണ്ട് അവർ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഒഴിവാക്കാനുള്ള അധികാരം ഇസ്ലാമിന് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ മതം നോക്കാതെയുള്ള സഹായങ്ങൾ എല്ലാവരും ചെയ്യണമെന്നും ആരെയും അറിയിക്കാതെയാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളതെന്നും കാന്തപുരം പറഞ്ഞു. എന്നാൽ നിമിഷ നേരം കൊണ്ട് ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയായിരുന്നു എന്നും കാന്തപുരം മനസ്സ് തുറന്നു. മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനാഘോഷങ്ങൾക്കാണ് ഗ്രാൻഡ് മസ്ജിദിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തുടക്കമായത്. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും വിലക്കണമെന്നായിരുന്നു മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട KA പോളിന്റെ ഹർജി. പ്രശസ്തിക്ക് വേണ്ടിയാണോ ഇത്തരം ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. രൂക്ഷ വിമർശനത്തോടെയാണ് സുപ്രീം കോടതി നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട ഹർജി തള്ളിയത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി സമാഹരിച്ച തുക ദുരുപയോഗം ചെയ്തുവെന്ന് KA പോൾ കോടതിയിൽ. പോൾ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ. ഇതോടെ ഹർജി പിൻവലിക്കുന്നുവോ അതോ ഹർജി തള്ളട്ടെയോ എന്ന് KA പോളിനോട് സുപ്രീം കോടതി ചോദിച്ചു. KA പോൾ പിന്മാറായതോടെ സുപ്രീം കോടതി ഹർജി തള്ളി. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തു കൊള്ളുമെന്ന് പോളിനോട് കോടതി പറഞ്ഞു. കാന്തപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. 7 ദിവസത്തിനകം സർക്കാർ നിമിഷപ്രിയയെ മോചിപ്പിച്ചില്ലെങ്കിൽ താൻ വീണ്ടും ഇടപെടുമെന്ന് KA പോൾ പ്രതികരിച്ചു. Government will take care of Nimisha. I said it. Anything happens to Nimisha, government is responsible. കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മോചനത്തിന് പണം പിരിക്കാനുള്ള ശ്രമവുമായി KA പോൾ രംഗത്തെത്തിയിരുന്നു. 24 ഡൽഹി. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം KPCC അധ്യക്ഷൻ തള്ളി. രാഹുലിനെതിരെ കേസോ പരാതിയോ ഇല്ല എന്നായിരുന്നു ന്യായീകരണം. കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ സണ്ണി ജോസഫ് ഹ്രസ്വമായ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടി നേതൃത്വം സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. കൂടുതൽ ശബ്ദ സംഭാഷണങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് മുഖം രക്ഷിക്കാനുള്ള കോൺഗ്രസ് നടപടി. എന്നാൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം യുക്തിരഹിതമെന്നാണ് വാദം. KPCC പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു പരാതിയില്ല, ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. എന്നിട്ടും 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാൽ ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നായിരുന്നു നിയമോപദേശം. രാജിയെ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവരും അനുകൂലിച്ചില്ല. KPCC അധ്യക്ഷൻ പറഞ്ഞതിലപ്പുറം ഒന്നും പറയാനില്ലെന്നായിരുന്നു നടപടിയിൽ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. രാജി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഉപതിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് അനുനയിപ്പിച്ചത്. നടപടിയോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ UDF ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കാണിച്ച് സ്പീക്കർക്ക് കത്ത് നൽകും.
അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശം നൽകും. പാർട്ടി തല അന്വേഷണവും കൂടുതൽ നടപടിയും ആവശ്യപ്പെടുന്നവരും ഇപ്പോഴും കോൺഗ്രസിനുള്ളിലുണ്ട്. സംഘടനാ നടപടി ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിഷേധം തുടരുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാലക്കാട് സ്വയം പ്രതിരോധ ക്ലാസ് സംഘടിപ്പിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. രാഹുലിന്റെ മുഖംമൂടി ധരിച്ചെത്തിയയാളെ പ്രതീകാത്മകമായി കീഴടക്കുന്നതായിരുന്നു പ്രതിഷേധത്തിന്റെ പ്രമേയം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കാളയുമായിട്ടായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്ത് മഹിളാ മോർച്ചയും പ്രതിഷേധവുമായി എത്തി. പാലക്കാട് നഗരത്തിൽ DYFI വനിതാ പ്രവർത്തകർ UDF നേതാക്കളെ പ്രതീകാത്മകമായി വിചാരണ ചെയ്തു. രാഹുൽ ചെയ്തൊന്നും തെറ്റേയല്ല. ഈ പൊതുവെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ ജനങ്ങളും തെറ്റിദ്ധാരണ പാർട്ടിയാണ്. ന്യൂസ് ഡെസ്ക് 24. കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരുന്ന യുവാക്കളുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്ന് തുറന്നടിച്ച് രമേശ് ചെന്നിത്തല. റീൽസ് മാത്രം പോരാ, മികച്ച പ്രവർത്തനവും വേണം എന്ന് വിമർശനം. 24ന്റെ ഓസ്ട്രേലിയൻ പ്രതിനിധി സ്വരാജ് സെബാസ്റ്റ്യൻ അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരാമർശം. ചെറുപ്പക്കാർക്ക് നല്ല പ്രാധാന്യം, പക്ഷെ ആ ചെറുപ്പക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരാരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം എന്നൊരു സന്ദേശമാണ് ഈ സംഭവവികാസങ്ങളിൽ പ്രവർത്തനം. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനെത്തിയ രമേശ് ചെന്നിത്തല വിവാദ വിഷയങ്ങളിൽ 24നോട് പ്രതികരിക്കുകയായിരുന്നു. റീൽസ് മാത്രം പോരാ, പ്രവർത്തനവും വേണം. കതർ ധരിക്കുന്നതാണ് നല്ലത്, പക്ഷേ അത് നിർബന്ധമില്ലെന്നും രമേശ് ചെന്നിത്തല. ഒരാൾ കതർ ധരിച്ചില്ല എന്നുള്ളത് കുറ്റമുണ്ട്, പക്ഷെ കതർ ധരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത, അതിനൊരു രാജ്യസ്നേഹത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ് കതർ, ഖാദി എന്നത് ധരിക്കുന്നതാണ് കോൺഗ്രസ്സുകാർക്ക് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചു. CPMന് അതിന് സാധിക്കുകയില്ല. നടപടിയെടുത്ത് മാറ്റുകൂട്ടി. കുറ്റാരോപിതനെ സംരക്ഷിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. ഞങ്ങൾ നടപടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ കുറ്റക്കാരാണ്. ഞങ്ങൾ ശക്തമായ നടപടിയെടുത്തില്ല. ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് താല്പര്യം വർദ്ധിച്ചിരിക്കുന്നു. പുതിയ തലമുറ വരികയും ആ തലമുറ ശക്തിപ്പെടുകയും ചെയ്താലേ പാർട്ടി ശക്തിപ്പെടും. വിവാദങ്ങൾ ആത്മവിശ്വാസം കെടുത്തില്ല. ജനങ്ങൾ UDFനൊപ്പമുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിവാദം ചർച്ചയാവില്ല. ജനങ്ങൾ വിവാദം മറക്കും. കോൺഗ്രസിൽ ചെറുപ്പക്കാർക്ക് പരിഗണന നൽകി മുൻനിരയിലേക്ക് കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വരാജ് സെബാസ്റ്റ്യൻ, 24 ഓസ്ട്രേലിയ. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. ഇടുക്കി ബൈസൺ വാലിയിൽ വെട്ടേറ്റൊരാൾ മരിച്ചു. ഓലിക്കൽ സുധനാണ് മരിച്ചത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് സമീപവാസി കുളങ്ങരയിൽ അജിത്താണ് വെട്ടിയത്. പ്രതിയെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് വിവരങ്ങൾ? എന്താണ് ഇവർ തമ്മിലുള്ള തർക്കം? ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ത്? പോലീസ് പറയുന്നത് എന്താണ്? രാഹുൽ, രജിത്ത്, രാത്രി 10 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നതായി കണക്കാക്കപ്പെടുന്നത്. ചോര വാർന്ന നിലയിൽ ചക്രമുടി പാറക്കടവ് റോഡിൽ മൃതദേഹം ഈ സുധനെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നെ അവിടെ നിന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ അജിത്ത് എന്ന് പറയുന്ന ആളുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അജിത്തിന്റെ വീടിന് സമീപത്തായാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അജിത്താണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് സംശയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. എന്തായാലും സുധന്റെ മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സൗദിയിൽ വിമാന കമ്പനികൾക്കെതിരെയുള്ള പരാതികൾ വർദ്ധിച്ചു. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം വിമാനത്താവളങ്ങൾക്കെതിരെയുള്ള പരാതികൾ കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. സൗദിയിലെ വിമാനത്താവളങ്ങളുടെയും വിമാന കമ്പനികളുടെയും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രക്കാർ നൽകുന്ന പരാതികളുടെ കണക്കാണ് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ടത്. വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ 2023 അപേക്ഷിച്ച് 2024 41% കുറഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു. 2023 1630 പരാതികൾ ലഭിച്ച സ്ഥാനത്ത് 2024 ലഭിച്ചത് 966 പരാതികൾ മാത്രമാണ്.
എന്നാൽ വിമാന കമ്പനികളുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ 21% വർദ്ധിച്ചു. 2023 13,474 പരാതികളാണ് വിമാന കമ്പനികൾക്കെതിരെ വന്നത്. 2024 അത് 16,242 ഉയർന്നു. വിമാനം വൈകൽ, റദ്ദാക്കൽ, ബാഗേജ് മിസ്സിംഗ് തുടങ്ങിയവയെല്ലാം പരാതികളിൽപ്പെടും. ആഗോള വ്യോമഗതാഗത കേന്ദ്രമെന്ന നിലയിൽ സൗദി വിമാനത്താവളങ്ങളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ നീക്കം സുഗമമാക്കൽ, ആഭ്യന്തര അന്തർദേശീയ വ്യോമ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കൽ, വ്യോമയാന സുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ പുതിയ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ഖത്തറിൽ ഗുരുതര രോഗങ്ങൾക്കുള്ള അവശ്യ മരുന്നുകളുടെ വില ഗണ്യമായി വെട്ടിക്കുറച്ചു. വിപണിയിൽ ലഭ്യമായ 1019 മരുന്നുകളുടെ വിലയിലാണ് 15 മുതൽ 75% വരെ കുറവ് വന്നത്. ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, പ്രമേഹം, വേദന സംഹാരികൾ, ആന്റി ഇൻഫ്ലമേറ്ററി, ക്യാൻസർ, ആന്റിബയോട്ടിക്കുകൾ, പ്രതിരോധശേഷി, അലർജി ചികിത്സ, മാനസികാരോഗ്യം, ആന്റിപ്രസന്റുകൾ, ദഹന സംബന്ധമായ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, അമിതവണ്ണം തുടങ്ങി വിവിധ ചികിത്സാ വിഭാഗങ്ങളിലെ മരുന്നുകൾക്കാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം വിലക്കുറവ് പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് ഖത്തറിലെ വിപണിയിൽ ലഭ്യമായ 1019 മരുന്നുകളുടെ വിലയിൽ 15 മുതൽ 75% വരെ കുറവുണ്ടാകും. ഖത്തറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മരുന്നുകളുടെ വില പൊതുജനാരോഗ്യ മന്ത്രാലയം സ്ഥിരമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചികിത്സാ വിഭാഗങ്ങളിലെ മരുന്നുകൾ ആദ്യം പരിഗണിച്ചാണ് വിലക്കുറവ് നടപ്പാക്കിയതെന്നും അധികൃതർ അറിയിച്ചു. തുടർന്ന് എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് ശ്രമമെന്നും ഫാർമസി ആൻഡ് ഡ്രഗ് കൺട്രോൾ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഐഷ ഇബ്രാഹിം അൽ അൻസാരി പറഞ്ഞു. മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച വരുത്താതെ എല്ലാവർക്കും ചെലവ് കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്നതാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യമെന്നും ഡോക്ടർ അൽ അൻസാരി കൂട്ടിച്ചേർത്തു. മരുന്നുകളുടെ പട്ടികയും വിലയും കൃത്യമായി മനസ്സിലാക്കുന്നതിന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാമെന്നും അവർ വ്യക്തമാക്കി. പല വിധത്തിലുള്ള അസുഖങ്ങൾ നേരിടുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസമാകുന്നതാണ് പുതിയ പ്രഖ്യാപനം. ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങി തുടർച്ചയായി കഴിക്കേണ്ടി വരുന്ന പല മരുന്നുകൾക്കും ഇന്ത്യയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഖത്തറിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നതിനാൽ പലരും ഇത്തരം മരുന്നുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് പതിവാണ്. ഇതോടൊപ്പം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട മരുന്നുകളിൽ ഭൂരിഭാഗവും ഖത്തറിലേക്ക് കൊണ്ടുവരുന്നതിന് വിലക്കുള്ളതിനാൽ ഇത്തരം രോഗികൾ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. പുതിയ പ്രഖ്യാപനത്തോടെ ഇതിനും ഒരു പരിധിവരെ പരിഹാരമാകും. അൻവർ പാലേരി, 24 ദോഹ. വിദേശി നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും നിക്ഷേപ സൗഹൃദാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും ആഗോള വളർച്ച നേടുന്നതിനെയും ലക്ഷ്യമാക്കി പുതിയ പദ്ധതികളുമായി ഒമാൻ. ഗോൾഡൻ റെസിഡൻസി, കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ട്രാൻസ്ഫറുകൾക്ക് ഡിജിറ്റൽ സേവനം തുടങ്ങിയ സംരംഭങ്ങളാണ് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒമാനെ ആഗോള നിക്ഷേപ ഹബ്ബായി രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഗോൾഡൻ റെസിഡൻസി പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. സലാലയിലെ സുൽത്താൻ ഖാബൂസ് യുവജന സാംസ്കാരിക വിനോദ കേന്ദ്രത്തിൽ നടന്ന സുസ്ഥിര ബിസിനസ് പരിസ്ഥിതി ഫോറത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലായിരുന്നു പദ്ധതി പ്രഖ്യാപനം നടന്നത്. ഈ മാസം 31 മുതൽ പുതിയ പദ്ധതികൾ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയത്തിലെ ആസൂത്രണ വിഭാഗം ഡയറക്ടറും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വിഭാഗം തലവനുമായ മുബാറക് ബിൻ മുഹമ്മദ് അൽ ദൌഹാനി പറഞ്ഞു. കമ്പനികളുടെ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ട്രാൻസ്ഫറുകൾക്ക് ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ വഴിയുള്ള ഡിജിറ്റൽ സേവനം ലഭ്യമാക്കുന്നതോടെ നിക്ഷേപകർക്ക് സമയവും ചെലവും കുറയുന്ന രീതിയിൽ സേവനം ലഭ്യമാകും. ബിസിനസ് ഇടപാടുകളുടെ ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കുന്നതിനും സംവിധാനം സഹായകരമാകും. ഒമാന്റെ സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനും ദേശീയ തലത്തിൽ ശക്തമായ ബിസിനസ് ഘടന പുനർനിർമ്മിക്കുവാനായി മന്ത്രാലയം പ്രവർത്തിക്കും. സുസ്ഥിര ബിസിനസ് പരിസ്ഥിതി ഫോറത്തിന്റെ ഭാഗമായി സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി, ജർമ്മൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഒമാൻ എനർജി അസോസിയേഷൻ, ബീന പ്രൊഫഷണൽ സർവീസ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി സഹകരണ കരാറുകളും ഒപ്പുവച്ചിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലെ വികസനമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. 24 ഒമാൻ. യുവകലാസാഹിതി ഖത്തറും അമേരിക്കൻ ഹോസ്പിറ്റൽ ക്ലിനിക്കും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമേരിക്കൻ ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നോർക്ക കാർഡ്, ICBF ഇൻഷുറൻസ് സേവനവും ക്യാമ്പിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. ICC പ്രസിഡന്റ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ യുവകലാസാഹിതി പ്രസിഡന്റ് ബഷീർ പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷഹീർ ഷാനു സ്വാഗതം പറഞ്ഞു. ഖത്തറിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ അഹമ്മദ് പാതിരപ്പറ്റ എഴുതിയ ദോഹയിൽ നടന്നു തീർത്ത വഴികൾ പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരൻ P. സുരേന്ദ്രൻ നിർവഹിച്ചു. മാംഗോ ഗ്രൂപ്പ് MD റഫീഖ് അഹമ്മദ് പുസ്തകം സ്വീകരിച്ചു. അഷ്റഫ് തുണേരി പുസ്തകം പരിചയപ്പെടുത്തി. അബ്ദുള്ള കോയ കണ്ണങ്കടവ്, കുന്നുമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK റീത്ത, നരിപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി, ഹേമ മോഹൻ, MT നിലമ്പൂർ,
നാസർ കക്കട്ടിൽ, TV കുഞ്ഞഹമ്മദ് ഹാജി, AP സുമേഷ്, PM ബിജു, അഹമ്മദ് പാതിരപ്പറ്റ എന്നിവർ സംസാരിച്ചു. PK കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായിരുന്നു. ആഘോഷമായി കുരുന്നുകളെ വരവേറ്റ് UAE-ലെ സ്കൂളുകൾ. ആദ്യ ദിനം അവിസ്മരണീയമാക്കാൻ വ്യത്യസ്ത പരിപാടികളായിരുന്നു സ്കൂളുകളിൽ ഒരുക്കിയിരുന്നത്. UAE പാഠ്യപദ്ധതി കീഴിലുള്ള വിദ്യാലയങ്ങളിലും ഏഷ്യൻ ഇതര പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങളിലും പുതിയ അധ്യയന വർഷത്തിനാണ് ഇന്ന് തുടക്കമായത്. ഏഷ്യൻ പാഠ്യപദ്ധതിയുള്ള വിദ്യാലയങ്ങളിൽ 2ാം പാദത്തിനും തുടക്കമായി. അറിവിന്റെ ലോകത്തേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന കുരുന്നുകളെ പാട്ടും ആരവങ്ങളുമായാണ് സ്കൂളുകൾ വരവേറ്റത്. UAE ഭരണാധികാരികൾ ഉൾപ്പെടെ കുരുന്നുകൾക്ക് ആശംസകൾ അറിയിച്ചു. പുതിയ തുടക്കം പ്രതീക്ഷയും നന്മയും പ്രത്യാശയും ഉള്ളതാണെന്നും അധ്യയന വർഷാരംഭം രാജ്യത്തിനാകമാനം ഊർജ്ജവും ആവേശവും നിറയ്ക്കുന്നതാണെന്നും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. സ്കൂൾ തുറക്കുന്ന ആദ്യ ദിനത്തിൽ സർക്കാർ മേഖലയിലെ ചില ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയം ഉൾപ്പെടെ അധികൃതർ അനുവദിച്ചിരുന്നു. അതിനിടെ സ്കൂൾ തുറക്കുന്ന ഇന്ന് UAE അപകടരഹിത ദിനമായാണ് ആചരിച്ചത്. ഇന്ന് അപകടങ്ങളും ട്രാഫിക് നിയമലംഘനങ്ങളും ഉണ്ടാകില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ഡ്രൈവർമാരുടെ ലൈസൻസിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ നീക്കുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. 24 ദുബായ്. തിരുവനന്തപുരം പാൽകുളങ്ങര സ്വദേശി AP ജയകുമാർ കുവൈത്തിൽ അന്തരിച്ചു. ജഹ്റ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചത്. 70 വയസ്സായിരുന്നു. കുവൈത്തിൽ അൽ ജഹ്റ ടൂറിസ്റ്റിക് കമ്പനിയിൽ മെയിൻ്റനൻസ് മാനേജരായി ജോലി ചെയ്തു വരികയായിരുന്നു. കുവൈത്തിലെ നായർ സർവീസ് സൊസൈറ്റി, ഭാരതീയ പ്രവാസി പരിഷത്ത് തുടങ്ങിയ സംഘടനകളിലെ സജീവ പ്രവർത്തകനായിരുന്നു ജയകുമാർ. 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താരങ്ങളായ പ്രഭുദേവയും വടിവേലുവും ഒരുമിക്കുന്നു. സിനിമയുടെ പേര് പിന്നീട് പ്രഖ്യാപിക്കും. വിയറ്റ്നാമിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ പൂജ ദുബായിൽ നടന്നു. ചടങ്ങിൽ നടന്മാരായ ജീവ, തമ്പി രാമയ്യ, സംഗീത സംവിധായകൻ യുവാൻ ശങ്കർ രാജ, സംവിധായകൻ സാം റോഡ്രിഗസ് എന്നിവർ പങ്കെടുത്തു. വടിവേലു ഒരേ സമയം തന്റെ മൂത്ത സഹോദരനും സുഹൃത്തുമാണെന്ന് പ്രഭുദേവ പറഞ്ഞു. ജീവയെ നായകനാക്കി കണ്ണൻ രവി ഗ്രൂപ്പിന്റെ 3ാമത്തെ ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ചടങ്ങിൽ TT എന്ന് പേരിട്ടിരുന്നു. കുവൈത്തിൽ കോഴിക്കോട് സ്വദേശി ഹൃദയാഘാതം മൂലം അന്തരിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി ഉള്ളിയേരി ഉള്ളൂർ സ്വദേശി വാരിക്കോളി അൻവറാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. വർഷങ്ങളായി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ KMCCയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. സാമ്പത്തിക രംഗത്ത് 33 വർഷത്തെ പാരമ്പര്യത്തിന്റെ കരുത്തിൽ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി ദശമി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിച്ചു. കമ്പനി ചെയർമാൻ ശ്യാം കുമാറിന്റെയും മാനേജിംഗ് ഡയറക്ടർ അനിത ഫ്രാൻസിസിന്റെയും നേതൃത്വത്തിൽ നൂതനവും കാര്യക്ഷമവുമായ സാമ്പത്തിക സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾക്കാണ് കമ്പനി തുടക്കം കുറിച്ചിരിക്കുന്നത്. ചലച്ചിത്ര താരം ഭാവനയാണ് ദശമി ഫിനാൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. കമ്പനിയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ഭാവന നിർവഹിച്ചു. ദശമി ഫിനാൻസ് നിലവിൽ 4 ബ്രാഞ്ചുകളിലാണ് പ്രവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൊട്ടാരക്കര, പിറവം, കൂത്താട്ടുകുളം, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തുറക്കും. വരുന്ന 5 വർഷത്തിനുള്ളിൽ കേരളത്തിലും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുമായി 200 ബ്രാഞ്ചുകൾ തുറക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ ശ്യാം കുമാർ, മാനേജിംഗ് ഡയറക്ടർ അനിത ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 4000-ലധികം പേർക്ക് തൊഴിൽ നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, പ്രോപ്പർട്ടി ലോൺ, വെഹിക്കിൾ ലോൺ എന്നിവയാണ് പ്രധാനമായും ദശമി ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ വാഹന വായ്പയിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ഇനി ഗോൾഡ് ലോണിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദം പരസ്യപ്പെടുത്തേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി. 1978 കാലയളവിൽ ഡൽഹി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് കോടതി തള്ളി. പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ വ്യക്തിഗത വിവരങ്ങളുടെ പരിധിയിൽ വരുമെന്ന ഡൽഹി സർവകലാശാലയുടെ വാദം കോടതി അംഗീകരിച്ചു. 2016 വിവരാവകാശ പ്രവർത്തകൻ ഡൽഹി സർവകലാശാലയിൽ പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. എന്നാൽ സർവകലാശാല വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല. തുടർന്ന് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും വിവരം പുറത്തുവിടാൻ ഉത്തരവിടുകയുമായിരുന്നു. ഈ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല 2017 ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ അറിയാൻ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ടെന്നായിരുന്നു എതിർഭാഗം വാദം. എന്നാൽ ഇത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണെന്നും ഉത്തരവിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം. ഈ വാദങ്ങൾ പരിഗണിച്ച് 2017 ജനുവരിയിൽ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കിയത്.
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദി തന്റെ വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്തുന്നത്. ഡൽഹി സർവകലാശാലയിൽ നിന്നും BA പൊളിറ്റിക്കൽ സയൻസിൽ ഓണേഴ്സ് ബിരുദമുണ്ടെന്നായിരുന്നു മോദിയുടെ അവകാശവാദം. 24 ഡൽഹി. കേന്ദ്ര സഹായമില്ലെങ്കിലും ആശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് കേരളം പിന്നോട്ടില്ല എന്ന് മുഖ്യമന്ത്രി. ഓണം ഫെയർ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഓണവിപണി വഴി ഇത്തവണ 250 കോടിയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിപണി ഇടപെടൽ ഫലപ്രദമാക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ 4 വരെ 10 ദിവസങ്ങളിലായാണ് സംസ്ഥാനത്ത് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ ഇക്കുറി 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഓണം ഫെയർ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാത്ത കേന്ദ്ര നടപടിയെ ചടങ്ങിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഈ രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും സുഗമമായ രീതിയിൽ റേഷൻ വിതരണം നടക്കുന്നുണ്ടോ? റേഷൻ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ നയം. 8 രൂപ 30 പൈസക്ക് കേരളത്തിന് അരിവിഹിതം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായി. ഒരു മണി അരി പോലും അധികമായി നൽകാൻ തയ്യാറായില്ല. വെളിച്ചെണ്ണ വില വർധനവ് പിടിച്ചു നിർത്താനായെന്നും വരും ദിവസങ്ങളിൽ വില വീണ്ടും കുറയുമെന്നും മന്ത്രി GR അനിൽ. സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണ 339 രൂപയ്ക്ക് വിൽക്കുകയാണ്. സബ്സിഡി ഇതര വെളിച്ചെണ്ണയായി ശബരി കൊടുക്കുന്നത് 389 രൂപയ്ക്കാണ്. മാർക്കറ്റിലെ വില നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് സബ്സിഡിയിലൂടെ വില കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ട് മാത്രമാണ്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സബ്സിഡി ഇതര സാധനങ്ങൾക്കും ഓണച്ചന്തകളിൽ പ്രത്യേക വിലക്കിഴിവുണ്ടാകും. ഓണക്കിറ്റുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 24 തിരുവനന്തപുരം. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 23 അംഗ ടീമിൽ 3 മലയാളികൾ ഇടം പിടിച്ചിട്ടുണ്ട്. ആഷിഖ് കരുണിയൻ, MS ജിതിൻ, മുഹമ്മദ് ഉവൈസ് എന്നിവരാണ് ടീമിലെ മലയാളി സാന്നിധ്യം. അതേസമയം മുൻ നായകൻ സുനിൽ ഛേത്രിയെയും മലയാളിയായ സഹൽ അബ്ദുൽ സമദിനെയും പരിഗണിച്ചിട്ടില്ല. ഖാലിദ് ജമീൽ പരിശീലകനായതിനു ശേഷമുള്ള ടീം ഇന്ത്യയുടെ ആദ്യ ടീമാണ് ഇത്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.